നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ ഇതിനെ സംബന്ധിച്ച വാദപ്രതിവാദങ്ങളാകും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നടക്കുക എന്ന കാര്യം ഉറപ്പാണ്. മിക്ക പുരസ്കാരങ്ങളും മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നാലും അപ്രതീക്ഷിതമായി അവാർഡ് കിട്ടിയ ചിലരും ഇക്കൂട്ടത്തിലുണ്ട്. ആദ്യം നമുക്ക് മികച്ച സിനിമയുടെ കാര്യം നോക്കാം. മികച്ച ചിത്രത്തിനു വേണ്ടിയുള്ള അവാർഡിനായി കടുത്ത മത്സരമായിരുന്നു ഉണ്ടായിരുന്നത്. അവസാന റൗണ്ടിൽ ഉണ്ടായിരുന്നത് 9 ചിത്രങ്ങൾ. മഹേഷിന്റെ പ്രതികാരം, കാടുപൂക്കുന്ന നേരം, മാൻഹോൾ, പിന്നെയും, അയാൾ ശശി, ഗപ്പി, കിസ്മത്ത്, കമ്മട്ടിപ്പാടം, കറുത്ത ജൂതൻ എന്നിവ. പ്രതീക്ഷിക്കപ്പെട്ടിരുന്ന പോലെ തന്നെ തിരുവനന്തപുരം അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഫിപ്രസി പുരസ്കാരം നേടിയ മാൻഹോൾ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. ഈ ചിത്രത്തിലൂടെ വിധു വിൻസെന്റിന് മികച്ച സംവിധായകയ്ക്കുള്ള പുരസ്കാരവും കിട്ടി. ഈ പുരസ്കാരം സംബന്ധിച്ച് എന്തായാലും വലിയ രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടക്കില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് മികച്ച നടനിലേക്ക് വരാം. കൊട്ടിഘോഷിച്ച് നടന്ന ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സിലും മറ്റു പല അവാർഡ് ചടങ്ങുകളിലും അവഗണിക്കപ്പെട്ട വിനായകൻ ഏവരെയും മറികടന്ന പുരസ്കാരം സ്വന്തമാക്കി. പ്രേക്ഷകർ ഏറെ പ്രതീക്ഷിച്ചിരുന്നതാണ് വിനായകന് ഒരു പുരസ്കാര നേട്ടം. വിനായകൻ മറികടന്നതാകട്ടെ മലയാളത്തിന്റെ സൂപ്പർതാരം മോഹൻലാലിനെയും ഫഹദ് ഫാസിലിനെയും ദിലീപിനെയും ഒക്കെയാണ്. ഒപ്പത്തിലെ അഭിനയത്തിന് മോഹൻലാലിന് പുരസ്കാരം കിട്ടിയേക്കുമെന്ന് ചില സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മണിക്കുണ്ടായ അനുഭവമായിരിക്കുമോ വിനായകനെയും കാത്തിരിക്കുക എന്നത് സംബന്ധിച്ച് പ്രേക്ഷകർക്ക് ആശങ്കയുണ്ടായിരുന്നു. അതെന്തായാലും തീർന്നിരിക്കുന്നു. മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചില്ലെങ്കിലും ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത മഹേഷിന്റെ പ്രതികാരം ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. പിന്തള്ളിയതാകട്ടെ 100 കോടി ക്ലബിൽ ഇടം പിടിച്ച മോഹൻലാലിന്റെ പുലിമുരുകനെയും പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒപ്പം സത്യൻ അന്തിക്കാടിന്റെ ദുൽഖർ സൽമാൻ ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളെയാണ്. ഈ പുരസ്കാരവും അർഹതപ്പെട്ടത് തന്നെയാണെന്ന് കരുതുന്നവരാവും ഒരുപക്ഷെ ഭൂരിഭാഗവും. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം 150 ദിവസത്തെ വിജയാഘോഷം നടത്തിയ പുലിമുരുകന് ഒരു അവാർഡ് പോലും ലഭിച്ചിട്ടില്ല. പിന്നെ ഏവരെയും ഞെട്ടിച്ച മറ്റൊരു അവാർഡുണ്ട്. മികച്ച നടി രജിഷ വിജയൻ. കാവ്യ മാധവൻ, റിമ കല്ലിങ്കൽ, സുരഭി തുടങ്ങിയവരെ പിന്തള്ളിയാണ് രജിഷ അപ്രതീക്ഷിതമായി പുരസ്കാരം നേടിയത്. ഇനി തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണ്. അർഹതപ്പെട്ടത് തന്നെയാണോ ഈ പുരസ്കാരങ്ങൾ? നിങ്ങളുടെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കമന്റ് ബോക്സിൽ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.